ശക്തമാകുന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണു. കടപ്പുറം അഞ്ചങ്ങാടിയിൽ കടലാക്രമണം രൂക്ഷം. ശക്തമായ തിരമാലയിൽ കോൺക്രീറ്റ് കെട്ടിടം തകർന്നു വീണു. മാളയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് അമ്മയെ കുത്തിക്കൊലപ്പെടുത്തി. വടമ സ്വദേശിനി ശൈലജയാണ് കൊല്ലപ്പെട്ടത്. മകൻ ഫഹാദിൽ പോലീസ് കസ്റ്റഡിയിൽ. കുണ്ടും കുഴിയും രൂപപ്പെട്ട തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ യാത്രാ ദുരിതം ഇരട്ടിയായി. റോഡിലെ കുഴികൾ നാളെ മുതൽ അടിയന്തരമായി അടച്ചു തുടങ്ങും. അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്ന പേരിൽ ചന്ദ്രാപിന്നി വിഇഒ ഓഫീസ് തുറന്നു പ്രവർത്തിക്കുന്നില്ല. വിഇഒയെ കാണണമെങ്കിൽ എടത്തുരുത്തി പഞ്ചായത്തിൽ പോകേണ്ട ഗതികേടിൽ നാട്ടുകാർ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. ബുധനാഴ്ച വരെ വടക്കൻ ജില്ലയിൽ അതിതീവ്രമായ മഴയ്ക്കും മധ്യ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കും തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ ഉൾപ്പെടെ 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ ബുധനാഴ്ച വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണു. ഓട്ടോറിക്ഷ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. ദിവാൻജി മൂലയിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങുന്ന വഴിയിലാണ് സംഭവം. റെയിൽവേ റിസർവേഷൻ കൗണ്ടറിന് സമീപത്തെ കൂറ്റൻ വേപ്പ് മരമാണ് ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് കടപുഴകി വീണത്. RPFും പോലീസും ഫയർഫോഴ്സും ചേർന്ന് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കാട്ടൂരിൽ കാറ്റിൽ തെങ്ങ് കടപുഴകി റോഡിലേക്ക് വീണു. കാട്ടൂർ SNDP ക്ഷേത്രത്തിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങ് റോഡിലേക്ക് കടപുഴകി വീണത്. ആളപായമില്ല. വൈദ്യുതി ലൈനിലേക്ക് തെങ്ങ് വീണതിനെ തുടർന്ന് പോസ്റ്റ് ഒടിയുകയും സമീപത്തെ കെട്ടിടത്തിലെ ട്രസ്സിന് കേടുപാട് പറ്റുകയും ചെയ്തു. ഫയർഫോഴ്സ് എത്തി തെങ്ങ് മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ KC സജീവ്, ഉദ്യോഗസ്ഥരായ TT പ്രദീപ്, KK രാധാകൃഷ്ണൻ, സുമേഷ്, വിനോപോൾ, അഭിമന്യു, ജയൻ എന്നിവർ നേതൃത്വം നൽകി. കടപ്പുറം അഞ്ചങ്ങാടി വളവിൽ കുഴിപ്പൻ തിരമാല അടിച്ച് കോൺക്രീറ്റ് കെട്ടിടം തകർന്നു. അഞ്ചങ്ങാടി വളവിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്ന ടെലിഫോൺ ബൂത്താണ് തകർന്നത്. കടൽ കരയിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. അതേസമയം കടൽക്ഷോഭം രൂക്ഷമായതിനെ തുടർന്ന് പ്രദേശത്ത് പുളിമുട്ടോടു കൂടിയുടെ കടൽഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ അഞ്ചങ്ങാടി വളവിൽ റോഡ് ഉപരോധിച്ചു. തീരദേശ അവകാശ സംരക്ഷണ സമിതി നേതാക്കളായ PK ബഷീർ, CBA ഫത്താഹ്, ജനറൽ സെക്രട്ടറി AK ഹുഷൈൽ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. മാളയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് അമ്മയെ മകൻ കുത്തിക്കൊലപ്പെടുത്തി. മാള വടമ സ്വദേശി വലിയകത്ത് 52 വയസ്സുള്ള ശൈലജയാണ് കൊല്ലപ്പെട്ടത്. മകൻ ഹാദിലിനെ മാള CI CK സുരേഷ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെ 9ഓടെയാണ് സംഭവം. വഴക്കിനെ തുടർന്ന് ഹാദിൽ ശൈലജയെ കഴുത്തിൽ കത്തിക്കൊണ്ട് കുത്തുകയായിരുന്നു. ഉടൻ തന്നെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. കസ്റ്റഡിയിലായ ഹാദിൽ നേരത്തെ മാനസിക രോഗത്തിന് ചികിത്സയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സംഭവ സമയത്ത് ഹാദിലിന്റെ ഇളയ സഹോദരൻ മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ നാളെ മുതൽ കുഴികൾ അടച്ചു തുടങ്ങും. റോഡ് പണിക്കുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായതിനെ തുടർന്ന് കുഴിയടയ്ക്കൽ നടക്കുക. പുഴയ്ക്കൽ മുതുവറ മുതൽ അമലനഗർ വരെയുള്ള ഭാഗവും പുറ്റേക്കര മുതൽ കൈപ്പറമ്പ് വരെയും മഴവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള കുഴികളാണ് താൽക്കാലികമായി അടയ്ക്കുന്നത്. 29 ലക്ഷം രൂപയാണ് പ്രവൃത്തികൾക്കായി അനുവദിച്ചിരിക്കുന്നത്. പ്രീ മൺസൂൺ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭരണാനുമതി നൽകിയിരിക്കുന്നത്. റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് AC മൊയ്തീൻ MLA നിയമസഭയിൽ കഴിഞ്ഞ ദിവസം സബ്മിഷൻ ഉന്നയിച്ചിരുന്നു. അതേസമയം മഴ ശക്തമായതോടെ റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമായി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ മുണ്ടൂർ മുതൽ പുറ്റേക്കര വരെയുള്ള റോഡിനെ 4 വരി പാതയായി നവീകരിക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി രാജഗിരി ഔട്ട്റീച്ചിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ കരട് പഠന റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിച്ചു. മുണ്ടൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന പബ്ലിക് ഹിയറിംഗ് പരിപാടിയുടെ ഉദ്ഘാടനം സേവ്യർ ചുറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ലെനിൻ, പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിൻഡി ഷിജു, പഞ്ചായത്ത് മെമ്പർമാരായ UV വിനീഷ്, അഖില പ്രസാദ്, സ്നേഹ സജിമോൻ, മേരി പോൾസൺ, മുൻ MLA PA മാധവൻ,
മുൻ പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CV കുര്യാക്കോസ്, ലാൻഡ് അക്വിസിഷൻ തഹസിൽദാർ T സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പബ്ലിക് ഹിയറിംഗിൽ 200ഓളം പേർ പങ്കെടുത്തു. അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന പേരിൽ ചന്ദ്രാപിന്നിയിലുള്ള VEO ഓഫീസ് തുറന്നു പ്രവർത്തിക്കുന്നില്ല. VEOയെ കാണണമെങ്കിൽ എടത്തുരുത്തി പഞ്ചായത്തിൽ പോകേണ്ട ഗതികേടിൽ നാട്ടുകാർ. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്തുള്ള ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ചന്ദ്രാപിനി വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസാണ് കഴിഞ്ഞ 1 വർഷമായി അടഞ്ഞുകിടക്കുന്നത് മൂലം പേരിനൊരു VEO ഓഫീസ് എന്ന നിലയിലായത്. ചന്ദ്രാപിനി, എടത്തുരുത്തി എന്നിങ്ങനെ 2 വില്ലേജുകളാണ് എടത്തുരുത്തി പഞ്ചായത്തിന് കീഴിൽ വരുന്നത്. ഇതിൽ ചന്ദ്രാപിനി വില്ലേജിലെ പൊതുജന സേവനങ്ങൾക്കായാണ് സ്കൂളിന് മുൻവശത്തായി വർഷങ്ങൾക്ക് മുൻപ് കെട്ടിടം പണിതീർത്തത്. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് 5 ലക്ഷം രൂപ വിനിയോഗിച്ച് ഈ കെട്ടിടം നവീകരിച്ചിരുന്നു. തുടർന്ന് ഏതാനും നാൾ ഓഫീസ് തുറന്നു പ്രവർത്തിച്ചു. വൈദ്യുതി ഇല്ലാത്തതിനാൽ പിന്നീട് വൈദ്യുതീകരണവും നടത്തി. പക്ഷേ എന്നിട്ടും ഇവിടുത്തെ VEO എടത്തുരുത്തി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന എടത്തുരുത്തി VEO ഓഫീസിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഇടയ്ക്ക് വന്ന ഓഫീസ് വൃത്തിയാക്കി പോകുന്നതല്ലാതെ സ്ഥിരമായി തുറക്കാറില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കെട്ടിടം ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇത്രയും തുക ചിലവാക്കിയത് എന്തിനെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. ഇത് വർക്ക് ചെയ്യുന്നൊരു കണ്ടീഷനില്ല. ഇപ്പോൾ കറണ്ട് ഇല്ല എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പോൾ KSEBയുടെ ബില്ലടക്കം ഇവിടെ ഉണ്ട്. ഏത് ഈ ആഫീസിൻ്റെ മുന്നിൽ KSEBയുടെ ബില്ലാണ് ഈ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതടക്കണ്ടെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് കാശ് അടയ്ക്കുന്നുണ്ട്. ഇത് അടഞ്ഞു എടുക്കുന്നത് ഇപ്പോൾ ചില വർഷം 2 വർഷത്തോളമായി അടഞ്ഞു എടുക്കുന്നത്. ഇവിടെ ലാപ്ടോപ്പ് വർക്ക് ചെയ്യാൻ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ആദ്യം. പിന്നെ കറണ്ട് കിട്ടിയതിന് ശേഷം വേറൊന്നുമില്ല. ഓഫീസിൽ വെള്ളത്തിനുള്ള സൗകര്യമില്ല. ഡിജിറ്റൽ കാലഘട്ടമായതിനാൽ ഓഫീസ് ആവശ്യങ്ങൾക്ക് കമ്പ്യൂട്ടറും പ്രിന്ററുമില്ല. ഓഫീസ് തുറക്കാത്തതുമായി ബന്ധപ്പെട്ട് അധികൃതരുടെ ന്യായീകരണങ്ങൾ നിരവധി. അതേസമയം ഡിജിറ്റൽ സർവേയുടെ ഭാഗമായി താൽക്കാലികമായ ഓഫീസ് സർവേവർമാർക്ക് നൽകിയിരിക്കുകയാണെന്നും അതിനുശേഷം VEO ഓഫീസായി തുടരുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു പറയുന്നു. TCV ന്യൂസ്, കയ്പമംഗലം. മുതുവറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. ഇന്ന് രാവിലെ ക്ഷേത്രത്തിലെ കൗണ്ടർ ജീവനക്കാരൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. കൗണ്ടർ റൂമിലെ മേശയിൽ സൂക്ഷിച്ചിരുന്ന 8000 രൂപയോളം മോഷണം പോയി. ക്ഷേത്രത്തിനുള്ളിലെ 3 ഭണ്ഡാരങ്ങളുടെ പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടെത്തി. പേരാമംഗലം പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. നന്ദിക്കര മാപ്രാണം റോഡിലെ അശാസ്ത്രീയ നിർമ്മാണം അപകട സാധ്യതയേറുന്നു. മൂത്രത്തിക്കര കൊടുംവളവിൽ റോഡ് ഉയർത്തി നിർമ്മിച്ചതാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത്. നിരപ്പിൽ നിന്ന് 3 അടിയോളം ഉയരത്തിൽ റോഡ് ടാറിംഗ് നടത്തിയതോടെ വാഹനങ്ങൾ തെന്നിമറിയാൻ സാധ്യതയേറെയാണ്. വളവുള്ള ഭാഗത്ത് വാഹനങ്ങൾ വേഗതയിൽ വരുമ്പോൾ വഴിയാത്രക്കാർക്ക് മാറി നിൽക്കാൻ ഇടമില്ലാത്ത അവസ്ഥയാണ്. എതിരെ വരുന്ന വലിയ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ ഇരുചക്ര വാഹനങ്ങൾ താഴ്ചയിലേക്ക് തെന്നി നിയന്ത്രണം വിട്ട് അപകടങ്ങൾ സംഭവിക്കുമെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. ലക്ഷങ്ങൾ മുടക്കി നവീകരിക്കുന്ന റോഡിന്റെ ഉയർച്ചയുള്ള ഭാഗത്ത് മണ്ണിട്ട് നികത്തി സമനിരപ്പാക്കി സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ പ്രവർത്തകരായ സുരേഷ് ചെമ്മനാടൻ പൊതുമരാമത്ത് അധികൃതർക്ക് പരാതി നൽകി. ലഹരിയുടെ വിപത്തിനെ ചെറുക്കാൻ ഏറ്റവും നല്ല പ്രതിരോധ മാർഗം സ്പോർട്സ് ആണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. തൃത്താല മണ്ഡലത്തിലെ ആദ്യത്തെ ഓപ്പൺ ജിംനേഷ്യം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ അധ്യക്ഷയായി. കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K അച്ചു, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ, ജില്ലാ പഞ്ചായത്ത് അംഗം അനു വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം സ്ഥലം ഗ്രാമപഞ്ചായത്ത് ഒരു മടിയും കൂടാതെ വിട്ടു തന്നു എന്നത്. വിവിധ ഭാഗങ്ങളിലായി 10 ഓപ്പൺ ജിംനേഷ്യങ്ങൾ ആരംഭിച്ചു. വലിയ സ്വീകാര്യതയാണ് അതിന് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ആളുകൾ നന്നായിട്ടത് ഉപയോഗിച്ചു. അതിലാണല്ലോ നമുക്ക് സന്തോഷം. ഉണ്ടാക്കിയിട്ടുള്ള മാത്രം കാര്യമില്ല, ആളുകൾ നന്നായിട്ട് ഉപയോഗിച്ചു. പ്രത്യേകിച്ച് കോട്ടമൈതാനത്തെ ഓപ്പൺ ജിംനേഷ്യം. കുന്നംകുളം പോർക്കുളം അഗതിയൂരിൽ വയോധികന്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. അഗതിയൂർ സ്വദേശി ചക്കാലക്കൽ വീട്ടിൽ 60 വയസ്സുള്ള ജയനാണ് മരിച്ചത്. വീടിനോട് ചേർന്ന പറമ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ബന്ധുക്കൾ വയോധികനെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കുന്നംകുളം SI ജോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മാടമ്പിന്റെ കലാജീവിതവും സാഹിത്യവും
വേണ്ട രീതിയിൽ ചർച്ച ചെയ്യുന്നതിൽ മലയാളി വായനാ സമൂഹം വേണ്ടത്ര ശ്രദ്ധ കാണിച്ചിട്ടില്ലെന്ന് സാഹിത്യകാരൻ ഡോക്ടർ SK വസന്തൻ പറഞ്ഞു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച അമൃതസ്യപുത്ര മാടമ്പ് കുഞ്ഞുകുട്ടന്റെ കലാസാഹിത്യ ജീവിതത്തിലൂടെ തീർത്ഥയാത്ര എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നോവലിസ്റ്റ് PRK ചേനം അധ്യക്ഷത വഹിച്ചു. മലയാറ്റൂർ ചെറുകഥാ ജേതാവ് ഉണ്ണികൃഷ്ണനെയും AP നമ്പൂതിരി സ്മാരക പുരസ്കാര ജേതാവ് അജിത് കുമാർ രാജയെയും ചടങ്ങിൽ ആദരിച്ചു. ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാട്, വടക്കുംപാട് നാരായണൻ, വിജയൻ പുന്നത്തൂർ, മോഹൻദാസ് പാറപ്പുറത്ത്, MD രത്നമ്മ തുടങ്ങിയവർ സംസാരിച്ചു. KSU കാലിക്കറ്റ് സർവകലാശാലയുടെ ചുമതല വഹിക്കുന്ന സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദിന് യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് KA അഫ്സൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ സലീം കയ്പമംഗലം, സൂരജ് ഗുരുവായൂർ, യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് PA മനാഫ് തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടും. യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റായി അഫ്സൽ ഇരിക്കുമ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ മുൻ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റായി മനാഫ് ഇരിക്കുമ്പോഴും ഞാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്തും യൂത്ത് കോൺഗ്രസിന്റെ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാൻ ആദ്യം വിളിക്കുന്ന വ്യക്തിയുടെ പേര് ആസിഫ് എന്നാണ്. ആസിഫ് യൂത്ത് കോൺഗ്രസ് ആണോ എന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസ് ആണ്, കോൺഗ്രസ് ആണോ എന്ന് വെച്ചാൽ കോൺഗ്രസ് ആണ്, KSU ആണോ എന്ന് വെച്ചാൽ KSU ആണ്. ആസിഫിനെ എല്ലാവർക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ എല്ലാ പരിപാടികളിലും ആസിഫ് ഉണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വളരെ ശക്തമായി ഉയർന്നു വരികയാണ്. അത് എറിയാടിൻ്റെ മണ്ണിലാണ് എന്നുള്ളത് കോൺഗ്രസിൻ്റെ ചരിത്രവും കോൺഗ്രസിൻ്റെ സംസ്കാരവും കോൺഗ്രസിൻ്റെ ഈറ്റിലവും ഒക്കെ ആയിരുന്ന എറിയാടിൻ്റെ മണ്ണിൽ ആണ് എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. വടക്കാഞ്ചേരി കരുമത്ര വരടൻചിറ പാടശേഖര സമിതിയുടെ റാമ്പിന്റെ ഉദ്ഘാടനം തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ VC സജീന്ദ്രൻ, പ്രസിഡന്റ് മത്തായി ആരിശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. സാമൂഹിക വിരുദ്ധരുടെ ശല്യത്തെ തുടർന്ന് വാഴക്കോട് അകമല ക്ഷേത്രത്തിന് സമീപം CCTV ക്യാമറകൾ സ്ഥാപിച്ചു. SB റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് 3 CCTV ക്യാമറകൾ സ്ഥാപിച്ചത്. കുന്നംകുളം ACP മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ PR മിഥുൻലാൽ അധ്യക്ഷത വഹിച്ചു. മുള്ളൂർക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് B തങ്കപ്പൻ, വാർഡംഗം ഹാദിയ അമീർ, അഡ്വക്കേറ്റ് മഹീശ്വരൻ, വിജീഷ് അള്ളനൂർ, സെക്രട്ടറി പ്രപിത പ്രകാശ്, PK രവി തുടങ്ങിയവർ സംസാരിച്ചു. വീട്ടുകാരുടെയും മൊബൈലിൽ CCTV ദൃശ്യങ്ങൾ കാണാവുന്ന രീതിയിലാണ് ക്യാമറകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അവർ സർവൈലൻസിലാണ്, അവർ നിരീക്ഷിക്കപ്പെടുകയാണ്. അവരുടെ ഫോട്ടോ മാത്രമല്ല, അവരുടെ പെരുമാറ്റം, അവരുടെ നടപ്പ്, അവരുടെ എടുപ്പും ഒക്കെ തന്നെ ക്യാമറയിൽ റെക്കോർഡിംഗ് ആണെന്നുള്ളതാണ്. ഞങ്ങളൊക്കെ തന്നെ പല സ്ഥലത്തും നോക്കുമ്പോൾ ഫോട്ടോയിൽ വരുന്ന ആളുകൾ ദൂരെ നിന്നും തന്നെ മുഖംമൂടിയും മാസ്കും അതേപോലെ തന്നെ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് പല വീട്ടിലേക്കും കടകളിലേക്കൊക്കെ കയറാൻ വരുന്നത്. അപ്പോൾ ഒന്ന് ഫോട്ടോ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ ഫിംഗർ പ്രിൻ്റോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അവരുടെ നടത്തം നോക്കിയിട്ട് വരെ ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പല പോലീസുകാരും പറയും നടത്തം ഇന്ന ആളുടേതാണ്, അവരുടെ ഹൈറ്റ് ഇന്ന ആളുടേതാണ്. കടുത്ത വേനലിൽ പോലും തെളിനീരിന്റെ നിറസാന്നിധ്യമുണ്ടായിരുന്ന ആളൂർ കദളിച്ചിറ നവീകരണമില്ലാതെ നാശത്തിന്റെ വക്കിൽ. 4 ഏക്കറോളം വിസ്തൃതിയുള്ള ചിറ മാലിന്യവും ചണ്ടിയും പുല്ലും നിറഞ്ഞ് നശിക്കുകയാണ്. ആളൂർ പഞ്ചായത്തിന്റെ പകുതിയിലേറെ പ്രദേശത്തേക്ക് കുടിവെള്ളം പമ്പ് ചെയ്യുന്നത് ഈ ചിറയെ ആശ്രയിച്ചാണ്. ചിറയുടെ ഒരു ഭാഗത്ത് കുടിവെള്ള പദ്ധതിയുടെ കിണറും പമ്പ് ഹൌസും സ്ഥാപിച്ചിട്ടുണ്ട്. ഉറുമ്പൻകുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ജലസംഭരണിയിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന വെള്ളം കൊമ്പടിഞ്ഞാമക്കൽ, ആനത്തടം, എടത്താടൻ കവല, ഉറുമ്പൻകുന്ന്, ആളൂർ ജംഗ്ഷൻ തുടങ്ങിയ മേഖലയിലാണ് വിതരണം ചെയ്യപ്പെടുന്നത്. ചാലക്കുടി നഗരസഭയുടെ ചില പ്രദേശങ്ങളിലേക്കും ഇവിടെ നിന്ന് കുടിവെള്ളം എത്തുന്നുണ്ട്. ആനത്തടം പ്രദേശത്തേക്ക് ജലസേചനത്തിന് വെള്ളം എത്തിക്കുന്ന ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയും ചിറയുടെ മറ്റൊരു വശത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. സമീപത്തുകൂടി കടന്നുപോകുന്ന ചാലക്കുടി ഇറിഗേഷൻ വലത് കനാലിൽ നിന്ന് ചിറയിലേക്ക് വെള്ളം എത്തിക്കാനുള്ള സംവിധാനവും നിലവിലുണ്ട്. വർഷങ്ങളോളം ചണ്ടിയും പുല്ലും നിറഞ്ഞ് നാശത്തിന്റെ വക്കിൽ കിടന്നിരുന്ന കദളി ചിറയിൽ ഏതാനും വർഷം മുൻപ് ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ 15 ലക്ഷം രൂപ ചെലവിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു.
ഇപ്പോൾ ചിറ വീണ്ടും പുല്ലും മാലിന്യങ്ങളും നിറഞ്ഞ് ശോച്യാവസ്ഥയിലായിരിക്കുകയാണ്. സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ചിറയുടെ കരയിൽ സ്ഥാപിച്ച സിമന്റ് ബെഞ്ചുകൾ ഇടിഞ്ഞും കാടുമൂടിയും കിടക്കുകയാണ്. പൂർവികർ സമ്മാനിച്ച കദളി ചിറയിലെ ജലസമ്പത്ത് കാത്തുസൂക്ഷിക്കാനും ചിറയും പരിസരവും സൗന്ദര്യവൽക്കരിക്കാനും നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം. TCV ന്യൂസ്, കൊടകര. കലാമണ്ഡലവും ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന സ്പിക് മാക്കെ കേരളം എന്നറിയപ്പെടുന്ന സാംസ്കാരിക സന്നദ്ധ സംഘടനയുടെയും നേതൃത്വത്തിൽ കലാമണ്ഡലം കൂത്തമ്പലത്തിൽ ഗോട്ടിപ്പൂവ എന്ന ഒഡീസി നാടോടി നൃത്തരൂപം അവതരിപ്പിച്ചു. വർഷങ്ങൾക്ക് ശേഷമാണ് കലാമണ്ഡലത്തിൽ ഇങ്ങനെയൊരു നൃത്തം അരങ്ങിലെത്തുന്നത്. സ്ത്രീ സൗന്ദര്യത്തെ വെല്ലുവിളി നെല്ലുന്ന സൗന്ദര്യത്തോടെ ആൺകുട്ടികൾ പെൺവേഷം കെട്ടി മാത്രം കളിക്കുന്ന നൃത്തരൂപമാണിത്. ഒറീസ പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ ദേവദാസി നൃത്തം സ്ത്രീകൾ ചെയ്തിരുന്നു. എന്നാൽ ക്ഷേത്രത്തിൽ സ്ത്രീ പ്രവേശനം പ്രശ്നമായതോടെ ആൺകുട്ടികളെ വെച്ച് മാത്രം നൃത്തം ദേവദാസി രൂപത്തിലുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഗോട്ടി എന്നുള്ള ഈ നൃത്ത രൂപം ഉരുത്തിരിഞ്ഞു വന്നതെന്ന് കോർഡിനേറ്റർ ഉണ്ണി വാര്യർ കോട്ടക്കൽ പറഞ്ഞു. നൃത്ത അധ്യാപകനായ വിജയ് സാഹുവിനെയും കലാകാരന്മാരെയും മൊമെന്റോ നൽകി കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ അച്യുതാനന്ദൻ ആദരിച്ചു. സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിൽ 222 പോയിന്റ് നേടി കൊട്ടിയം ശ്രീനാരായണ കോളേജ് ജേതാക്കളായി. 191 പോയിന്റ് നേടി തൃപ്രയാർ ശ്രീരാമ കോളേജ് രണ്ടാം സ്ഥാനവും 164 പോയിന്റ് നേടി പാലക്കാട് പോളിടെക്നിക് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. സമാപന സമ്മേളനം സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ KN സീമ ഉദ്ഘാടനം ചെയ്തു. ഇന്റർപോളി യൂണിയൻ വൈസ് ചെയർമാൻ സാംസൺ ആന്റണി അധ്യക്ഷത വഹിച്ചു. 4 ദിവസങ്ങളിലായി കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടന്ന കലോത്സവത്തിൽ 2500ഓളം കലാപ്രതിഭകളാണ് മാറ്റുരച്ചത്. അളഗപ്പ നഗർ ത്യാഗരാജർ പോളിടെക്നിക് കോളേജിലെ ആഞ്ചൽ ഷാജുവിനെയും വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ S ആദിത്യനെയും കലാപ്രതിഭകളായും ആസിയ നൌഷാദിനെ കലാതിലകമായും തെരഞ്ഞെടുത്തു. കുണ്ടും കുഴിയുമായി സഞ്ചാരയോഗ്യമല്ലാതായി തീർന്ന ചാലക്കുടി അലവി സെന്റർ കാലിക്കറ്റ് റോഡിൽ വാഴ നട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. നഗരസഭയുടെ കീഴിലുള്ള റോഡ് വർഷങ്ങളായി അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. പ്രളയത്തിന് മുൻപാണ് റോഡിലെ കുഴികൾ അടച്ചത്. ടാറിംഗ് തകർന്ന് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. മഴവെള്ളം ഒലിച്ചുപോകാൻ കാനയില്ലാത്തതാണ് റോഡ് തകരാൻ ഇടയായിട്ടുള്ളതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. വളരെ ജനങ്ങൾക്ക് പോവാൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ വാടക വരില്ല ഈ വഴിക്ക്. ഇത്ര ദയനീയ ഒരു അവസ്ഥ ഉള്ള ഒരു ചാലക്കുടി നഗരസഭയിൽ ഇതുപോലൊരു വാർഡുണ്ടാവില്ല, ഇതുപോലൊരു വഴി ഉണ്ടാവില്ല. ഇതിൻ്റെ റോഡിൻ്റെ സൈഡിൽ കാനില്ല. ഇതുകൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ തോടായിട്ട് പോകണം. അപ്പോൾ മെയിനായിട്ട് ചെയ്യുമ്പോൾ റോഡിൻ്റെ സൈഡിൽ കാന നല്ല താഴ്ചയിൽ കാന ഇടണം. കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു കുന്നുണ്ട്. ആ കുന്നിൻ്റെ സൈഡിലുള്ള വെള്ളം മുഴുവൻ, കുന്നിലുള്ള വെള്ളം മുഴുവൻ റോഡിലേക്ക് വരണേ. റോഡിൽ വന്നു കഴിഞ്ഞാൽ 2 പ്രാവശ്യം വണ്ടി ഓടി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ടാറിങ് ഒരു ഉപകാരമില്ല. അത് 2 പ്രാവശ്യം വണ്ടി ഓടി കഴിഞ്ഞിട്ട് ഇത്തിരി വെള്ളം കിടന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് കുഴിയും. ഇതാണ് അവസ്ഥ.
ഫുൾ ടാറിങ് ചെയ്തിട്ടില്ല. ഒരു 20 വർഷങ്ങളായിട്ടുണ്ടാവും ഇതിപ്പോ നമുക്ക് ഈ ടാറിങ് ചെയ്ത് ടാറിങ്കാർ ഇപ്പൊ പറയേണ്ടത് എന്താ അറിയോ, ഈ മെമ്പർമാർ പറയുന്നത് ടാറിങ്കാരെ വിളിച്ചിട്ട് കിട്ടണില്ലാന്ന്. ഞാനപ്പോൾ എൻ്റെ ഇത് ഒരിടത്ത് പങ്കുവച്ചു ഗ്രാമസഭയിൽ. ഞാൻ പറഞ്ഞു ടാറിങ്കാർ വേണ്ട, നമുക്ക് കോൺക്രീറ്റ് ചെയ്യാം. അതാണ് ഞാൻ എല്ലാവർക്കും അറിയാവുന്ന പണി. 2 പലക വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യാലോ. അതിപ്പോൾ വയ്ക്കും എഞ്ചിനീയറിംഗ് ഒന്നും പഠിക്കുന്നത് വേണ്ട. ഇല്ലെങ്കിൽ കട്ട വിരിക്കുക, ടാറിങ്കാരെ അവോയ്ഡ് ചെയ്യുക. ടാറിങ്കാർക്ക് പൈസയൊക്കെ കൂടി ഇപ്പം അവരെ വിളിച്ചാൽ കിട്ടണില്ല. ആ കാലമായി. അതുകൊണ്ടാണ് അവർ പറയുന്നത്. പല കാലത്തൊക്കെ വന്നിരുന്നു. നമുക്ക് 100 മീറ്റർ ചെയ്യാനുള്ളതാണെങ്കിൽ അത് ചെയ്യേണ്ട, ഒരു 50 മീറ്റർ കഴിയുള്ളൂ. അത് ചെയ്യുക, ഘട്ടം ഘട്ടമായിട്ട് അങ്ങനെ ചെയ്ത് പോവാം. പിന്നെ അവിടെ തിരിഞ്ഞു നോക്കണല്ലോ നമുക്ക്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒല്ലൂർ പടവരാട് കശുവണ്ടി ഫാക്ടറിക്ക് സമീപം 3 മരങ്ങൾ റോഡ് സൈഡിൽ ഉണങ്ങി നിൽക്കുന്നത് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും അപകട ഭീഷണിയായി നിൽക്കുന്ന മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് പലതവണ പരാതി നൽകിയിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. മരം ബസ്സുമേലേക്കോ കാറുമേലോ വീഴും. 2-3 ആൾക്കാർ അല്ലെങ്കിൽ 4 ആൾക്കാർ മരിക്കുമ്പോൾ ഈ സാധനം ഇപ്പോൾ ജില്ലാ കളക്ടർ പറയും നമ്മുടെ നാട്ടിൽ ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ കംപ്ലീറ്റ് മുറിച്ച് മാറ്റണം, അപകട സാധ്യതകളിൽ നിർത്തുന്ന മരങ്ങൾ കംപ്ലീറ്റ് മുറിച്ച് നിർത്തണം എന്ന് പറയും. പക്ഷേ ഇത് മുൻകൂട്ടി കണ്ട് ഒരു ഉദ്യോഗസ്ഥരോ ഒരു ജനപ്രതിനിധികളോ ഇതൊരു പരാതി ഇപ്പോൾ കൊടുത്തിട്ട് ഇത് മുറിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ആരും ചെയ്യില്ല. മനുഷ്യൻ മരിക്കണം. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ തീരുമാനം ഉണ്ടാവും. അന്ന് ഒരു പട്ടിയുടെ മേലെ ഒരാൾ ലോറി കയറ്റിയിട്ട് ബസ് കയറ്റിയിട്ട് ചത്തു കഴിഞ്ഞാലോ അതിന് ചോദിക്കാൻ ഇവിടെ 100 ആളോ. മനുഷ്യന് അപകട സാധ്യതയിൽ നിൽക്കുന്ന മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിൽ മരങ്ങൾ ഉണങ്ങി നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ അന്വേഷിക്കാൻ ഇവിടെ ഒരു ഉദ്യോഗസ്ഥരും ഇല്ല. ചന്ദ്രാപ്പന്നി മേഖലയിൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് മുടങ്ങിയ ശുദ്ധജല വിതരണം പുനഃസ്ഥാപിച്ചു. എടത്തുരുത്തി പഞ്ചായത്തിലെ 8, 9, 10 വാർഡുകളിലേക്കുള്ള വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജല വിതരണമാണ് 32 ദിവസത്തിനു ശേഷം പുനഃസ്ഥാപിച്ചത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം നടക്കുന്നിടത്ത് പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് കുടിവെള്ള വിതരണം മുടങ്ങിയത്. തുടർന്നും വെള്ളം എത്താത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ചന്ദ്രാപ്പന്നിയിലെ സ്വകാര്യ ബാങ്ക് പരിസരത്തെ തോടിന് കുറുകെ പോകുന്ന പൈപ്പിൽ ചോർച്ച കണ്ടെത്തിയത്. ഈ ഭാഗത്തെ പൊട്ടിയ പൈപ്പ് മാറ്റി ചോർച്ച അടച്ചതോടെയാണ് ചന്ദ്രാപ്പന്നി മേഖലയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായത്. എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ചന്ദ്രബാബു, പഞ്ചായത്ത് അംഗങ്ങളായ കെ.എസ്. അനിൽകുമാർ, ഷിനി സതീഷ് എന്നിവർ കുടിവെള്ളം പുനഃസ്ഥാപിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അന്തിക്കാട് KGM LP സ്കൂളിനോട് ചേർന്നുള്ള റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. അന്തിക്കാട് ഹൈസ്കൂൾ, KGM LP സ്കൂൾ, മദ്രസ എന്നിവിടങ്ങളിലേക്കും മറ്റുമായി 100 കണക്കിന് വിദ്യാർത്ഥികൾ ദിവസവും കടന്നുപോകുന്ന റോഡിലാണ് വെള്ളക്കെട്ട് ദുരിതമാകുന്നത്. വെള്ളം ഒഴുകിപ്പോയിരുന്ന വഴി സ്വകാര്യ വ്യക്തി അടച്ചതാണ് വെള്ളക്കെട്ടിന് കാരണം. വെള്ളക്കെട്ട് പ്രശ്നം കോടതി കയറിയതോടെ അന്തിക്കാട് പഞ്ചായത്തിന്റെ ഇടപെടലിന് പരിമിതിയുണ്ടായി. രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെയും മറ്റും നിർദ്ദേശത്തോടെ തടസ്സങ്ങൾ താൽക്കാലികമായി ഒഴിവാക്കി വെള്ളം ഒഴുക്കിവിടാറുണ്ട്. അന്തിക്കാട് കല്ലിടവഴി റോഡിലും KK മേനോൻ ഷെഡിന് കിഴക്ക് വാമനമൂർത്തി ക്ഷേത്രം റോഡിലും സമാനമായ സ്ഥിതി തുടരുന്നുണ്ട്. ഈ 2 റോഡിലും 10 ലക്ഷം രൂപയോളം ചെലവഴിച്ച് 100 മീറ്ററോളം റോഡ് ഉയർത്തി സുഗമമാക്കിയെങ്കിലും ആ ഭാഗം ഒഴികെയുള്ള ഭാഗങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് പതിവായി. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മതിലകം കൺവെൻഷൻ സെന്ററിൽ നടന്ന അനുമോദന യോഗം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, സ്കൂൾ മാനേജർ ഫാദർ ഷൈജൻ കളത്തിൽ എന്നിവർ അവാർഡ് വിതരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ, പ്രിൻസിപ്പൽ ഡൊമിനിക് സാവിയോ, പ്രധാനാധ്യാപകൻ VK മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു മണ്ഡലമാണ് കയ്പമംഗലം എന്ന അഭിമാനപൂർവ്വം MLA എന്ന് എനിക്ക് പറയാനുണ്ട്. മറ്റൊരു കാര്യം, നമ്മുടെ ഇങ്ങനെ സ്കൂളുകൾ തമ്മിൽ ഇങ്ങനെ എടുക്കുകയാണ്. ഞങ്ങൾ ഓരോന്നായിട്ട് ഞങ്ങൾ എടുത്തു. ആ സ്കൂളിൽ നമുക്ക് നേരത്തെ അറിയാം, നമ്മുടെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഒരു എണ്ണപ്പെട്ട വിദ്യാലയമാണ് സെന്റ് ജോസഫ്. കുട്ടികളുടെ എണ്ണം കൂടുതൽ. ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട സ്കൂൾ മാനേജറുമായിട്ട് അദ്ദേഹം ഒരു 4500 മേൽ വിദ്യാർത്ഥികളുള്ള സ്ഥാപനം, ഒരു വലിയ നമ്പറാണ് അല്ലേ. ചില സ്കൂളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ 4-5 സ്കൂളുള്ള ഒരു ചില സ്കൂളുകളുണ്ട്. 4-5 കുട്ടികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഓരോ 1-2 കുട്ടികൾക്ക് ഒരു അധ്യാപകനെ കൊടുക്കേണ്ട വിഷമം അങ്ങനെയുള്ള സ്കൂളുകളുണ്ട്.
എനിക്ക് തോന്നുന്നു അവർക്ക് മുടക്കുന്ന ശമ്പളവും അതിനുള്ള മറ്റു കാര്യങ്ങളും കൂട്ടിയാൽ അവർ ഏറ്റവും ചുരുങ്ങിയ ഒരു നല്ല ശാസ്ത്രജ്ഞനായെങ്കിലും മാറണം. ഒരു ടീച്ചർക്ക് ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ വരുമ്പോൾ ആലോചിച്ച്. പറക്കും ഗോളിയെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം വിക്ടർ മഞ്ഞില 75ന്റെ നിറവിൽ കേക്ക് മുറിച്ചും സൗഹൃദം പങ്കിട്ടും ലളിതമായിരുന്നു പിറന്നാൾ ആഘോഷം. കുതിച്ചുയരുന്ന പന്തിനെ വാനിലുയർന്നും മണ്ണിൽ വീണുകിടന്നും തടഞ്ഞു നിർത്തിയിരുന്ന ഇന്ത്യയുടെ മികച്ച ഗോൾ കീപ്പർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗോൾ കീപ്പറായി തുടങ്ങിയ വിക്ടർ മഞ്ഞില പ്രീമിയർ ടയേഴ്സിലും കേരള ടീമിലും ഇന്ത്യൻ ടീമിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ദീർഘകാലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരിശീലകനായും സേവനം ചെയ്തു. നിരവധി പേരുടെ ഉദയവും വളർച്ചയും കണ്ട കാൽപന്ത് കളിയുടെ ദ്രോണാചാര്യന് 75ലും ഫുട്ബോൾ തന്നെയാണ് പ്രാണവായു. ഫുട്ബോൾ കളിച്ച് നമ്മൾ വിരാജിച്ച് നടന്നു, കളിക്കാരനായിട്ടും പരിശീലകനായിട്ട്. പിന്നെ വലിയ ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലാതെ വളരെ എന്താ പറയുക ഒരു അനുഗ്രഹീതനായിട്ട് ഇങ്ങനെ കഴിയുന്നൊരു കാലഘട്ടം കിട്ടാന്ന് പറയുന്നത് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ സന്തോഷത്തെ പങ്കുവയ്ക്കാനായിട്ട് ഇപ്പോൾ എൻ്റെ കൂടെ ഞാൻ പ്രീമിയർ ടൈസിൽ കളിക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അന്ന് ഒരു റെക്കോർഡ് ഓർമ്മ കൂടിയായ CD ഫ്രാൻസിസ് ഉണ്ട്. അതുപോലെ തന്നെ വളരെ അപൂർവമായിട്ടാണ് 4 കൊല്ലം കൂടുമ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഭാഗ്യം കിട്ടുന്നില്ല. അതിലൊരാളാണ് ശ്രീ ഷാജി. അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്. ഒരു വിഷമം മാത്രമാണ് മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. കളിക്കളത്തിലെ തന്റെ മികച്ച പ്രകടനങ്ങളും ഗോൾ മുഖത്തെ സുന്ദരമായ സേവുകളും വീഡിയോ രൂപത്തിൽ സേവ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നതാണ് ആ സങ്കടം. ഒരു ഗോൾ കീപ്പറുടെ ആക്ഷൻ എന്ന് പറഞ്ഞാല് അന്ന് മൂവി ഇല്ല, വീഡിയോ ഇല്ല. വീഡിയോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 74 സന്തോഷ് ട്രോഫി ജലന്ധറിൽ വെച്ച് നടക്കുമ്പോൾ അവിടെ തന്നെ ആദ്യമായിരുന്നു TV ആ സമയത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അന്ന് ഞാൻ കളിക്കുന്ന കാലത്ത് കാണികൾക്ക് ആകെ എന്നെ കുറിച്ച് അറിയാൻ പറ്റുന്നത് നേരിട്ട് കളി കാണുന്നവരും പിന്നെ അന്ന് ഇന്ന് TV കളി പറയുന്നതിനേക്കാളും ഭംഗിയായിട്ട് കമന്ററി പറയുന്ന കമന്റേറ്റേഴ്സ് ഒന്നുണ്ടായിരുന്നു. ഗോൾ കീപ്പർ എനിക്ക് മറ്റേത് കളിക്കാരൻ്റെ ആക്ഷനേക്കാളും നല്ല ഭംഗിയുള്ള ആക്ഷൻ ഗോൾ കീപ്പറുടെ കിട്ടുമായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എല്ലാവരും പറയുന്ന പോലെ പറക്കുന്ന ഗോളി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ കുറെ ആക്ഷനുകൾ ഉണ്ടായിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് എനിക്കൊരു വിഷമത്ത് മാത്രമേ ഉള്ളൂ, എന്റെ കളി എനിക്ക് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇങ്ങനെ സ്റ്റിൽസിൽ മാത്രമേ കാണാൻ പറ്റിയുള്ളൂ. വീട്ടിൽ കേക്ക് മുറിച്ച് ചെറിയ രീതിയിലായിരുന്നു ആഘോഷം. പ്രീമിയർ ടയേഴ്സിൽ ഒന്നിച്ചു കളിച്ചിരുന്ന CD ഫ്രാൻസിസും ഫെബ്രുവരി 29-ന് ജനിച്ചവരുടെ കൂട്ടായ്മയായ ലീപ് ഇയർ ഫ്രണ്ട്സ് എന്ന സംഘടനാ സ്ഥാപകൻ ഷാജി റാഫേലും മാത്രം അതിഥികൾ. പിന്നീട് മക്കൾക്കൊപ്പം ജന്മദിനം ആഘോഷിക്കാൻ യാത്ര തിരിച്ചു. TCV ന്യൂസ്, തൃശൂർ. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീം പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ നോവയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ തെരഞ്ഞെടുത്ത സ്കൂൾ ലൈബ്രറികൾക്കും വായനശാലകൾക്കും പുസ്തകങ്ങൾ സമ്മാനിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. ആനന്ദപുരം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ 6 സ്ഥാപനങ്ങൾക്കായി 500ഓളം പുസ്തകങ്ങൾ വിതരണം ചെയ്തു. മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നോവ ചെയർമാൻ സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ അധ്യക്ഷത വഹിച്ചു. നോവ രക്ഷാധികാരികളായ പ്രൊഫസർ KJ ജോസഫ്, പ്രൊഫസർ സെബാസ്റ്റ്യൻ ജോസഫ്, ഡോക്ടർ BP ആൻഡ്രോ എന്നിവർ പുസ്തക സമർപ്പണം നടത്തി. മുരിയാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KU വിജയൻ, AS സുനിൽകുമാർ, നോവ ഭാരവാഹികളായ പ്രിയൻ ആലത്ത്, ടെൽസൺ കോട്ടോളി, ബാബുരാജ് KR, ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടൂർ പഞ്ചായത്തിലെ 5 അംഗൻവാടികളിലേക്ക് കളി ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് TV ലത നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് VM കമറു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ രഹി ഉണ്ണികൃഷ്ണൻ, PS അനീഷ്, മെമ്പർമാരായ EL ജോസ്, ജയശ്രീ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. വെങ്ങിണിശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പ്രതിഭകളെ ആദരിക്കലും നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്തു. വെങ്ങിണിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് MP സതീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, ബാങ്ക് സെക്രട്ടറി KK അനിൽ, മിനി വിനയൻ, PT സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്കിന്റെ അഭിമാന ഉൽപ്പന്നമാണ്
കേരള സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി. ചുമതലയുള്ള ഭാരവാഹികൾ, സഹകാരികൾ, ഇനിയും ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള കുറ്റിച്ചിറ ചായപ്പൻകുഴി റോഡിൽ വെള്ളക്കെട്ട് മൂലം കാൽനട യാത്രക്കാർ ബുദ്ധിമുട്ടുന്നതായി പരാതി. ഈ റോഡ് പൊതുമരാമത്ത് വകുപ്പിന് വിട്ടു നൽകണമെന്ന നാട്ടുകാരുടെ ദീർഘകാല ആവശ്യവും ഇനിയും നടപ്പിലായിട്ടില്ല. അതുപോലെ തന്നെ മലയോര ഹൈവേയിലെ ചായപ്പൻകുഴി വെറ്റിലപ്പാറ റോഡും സഞ്ചാരയോഗ്യമല്ലാതായതായി നാട്ടുകാർ പരാതിപ്പെടുന്നു. കുന്നംകുളം നഗരസഭയിലെ SSLC+2 പരീക്ഷകളിലെ ഉന്നത വിജയികൾക്കും 100 മേനി നേടിയ വിദ്യാലയങ്ങൾക്കുമുള്ള വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ടൗൺഹാളിൽ നടന്ന പുരസ്കാര വിതരണം നഗരസഭ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന SC/ST കമ്മീഷൻ അംഗം TK വാസു, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ഗതിമാറ്റമാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഒരു കാലത്ത് എന്താവശ്യത്തിനായാലും പല പ്രാവശ്യം ചോദിച്ചാലാണ് എന്നാണ് അവർ തുറന്നു പറയുന്നത്. ഇത് വളരെ പ്രയാസം മാറിയിരിക്കുന്ന ഒരു പ്രതീതിയാണ് അവരുടെ ചർച്ചയിൽ നിന്ന് മനസ്സിലായത്. പെട്ടിട്ടാണെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ അതിൻ്റെ അവസ്ഥ കൃത്യമായി മക്കളെ ബോധ്യപ്പെടുത്താവും കരുതുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ നടത്തുക, അതിലിടയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ മക്കൾ മാറിയിരിക്കുന്നു എന്നുള്ള ചർച്ചയാണ് ഉയർന്നു വരുന്നത്. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെയും കടങ്ങോട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മെമ്പർ രമ്യ ഷാജി അധ്യക്ഷയായി. കടങ്ങോട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീജ മേനോൻ യോഗാദിന സന്ദേശം നൽകി. മാസ്റ്റർ ശശികുമാറിന്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനം നടത്തി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബീന രമേശ്, രമണി രാജൻ, മെമ്പർമാരായ മൈമൂന ബഷീർ, മുഹമ്മദ് കുട്ടി ആദൂർ, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുണ ഭട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ മരുന്ന് വിതരണവും നടന്നു. എരുമപ്പെട്ടി പുന്നക്കോട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്ത അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ BJP പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം BJP എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി രാജേഷ് കുട്ടഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വിഷ്ണു അമ്പാടി അധ്യക്ഷനായി. മണ്ഡലം സെക്രട്ടറി രാമചന്ദ്രൻ മങ്ങാട്, മനീഷ് വള്ളിക്കാട്ടിരി, KG സന്ദീപ്, OM സതീഷ്, സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. മൺപാത്ര നിർമ്മാണ തൊഴിൽ ചെയ്യുന്ന നിരവധി കുടുംബങ്ങൾ ഈ റോഡിനെ ആശ്രയിക്കുന്നുണ്ട്. പഞ്ചായത്തിന്റെ SC ഫ്ളാറ്റിലേക്കുള്ള വഴിയും ഇതാണ്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന കാൽനടയാത്രയ്ക്ക് പോലും റോഡ് അനുയോജ്യമല്ല. മഴ പെയ്തതോടെ റോഡ് ചെളിക്കുണ്ടായി മാറി. വാർഡ് മെമ്പറുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും അനാസ്ഥ തുടരുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് വരുമെന്ന് BJP അറിയിച്ചു. ഇവിടെ ഖരാവോ ചെയ്യാനും പഞ്ചായത്ത് തരത്തിലുള്ള മാർച്ചുകൾ സംഘടിപ്പിക്കാനും ഭാരതീയ ജനതാ പാർട്ടി മടിക്കില്ല. അപ്പോൾ ഇവിടെ പാവങ്ങൾ താമസിക്കുന്ന SC ഫ്ലാറ്റ്, ആ ഫ്ലാറ്റിലേക്കുള്ള ഒരു മെയിൻ വഴിയാണിത്. ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന സമയത്ത് ഈ റോട്ടിൽ കൂടെ പോകാൻ പറ്റുന്നില്ല. നിരവധി അപകടങ്ങളാണ്. ചെറിയ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന ഒരു വഴി സഞ്ചാരയോഗ്യമാക്കുന്നില്ല. KCYM സംഘടനയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ തോമസ് മോറിന്റെ തിരുനാളിനോടനുബന്ധിച്ച് മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ സൗജന്യ ആസ്മ അലർജി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. വികാരി ഫാദർ പോൾ പിണ്ടിയാൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. KCYM സംഘടനാ പ്രസിഡന്റ് കിരൺ ജോൺസൺ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി, ഡോക്ടർ ആന്റണി കള്ളിയത്ത്, ജെൻസൺ ജോസ് കാക്കശ്ശേരി, റോബിൻ പോൾ, ആൻജോ ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. പെരുവല്ലൂർ സെന്റ് ആന്റണീസ് പള്ളിയിലെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ ടോണി തോമസ് കാക്കശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
ഫാദർ സ്റ്റീഫൻ അറക്കൽ തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് ഊട്ടുനേർച്ച വിതരണവും നടന്നു. വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനൈക്കൽ, കൈക്കാരന്മാരായ ജോയ് പാലിയൂർ, ജോഫി പുത്തൂർ, ജനറൽ കൺവീനർ അക്കര റോയ് തുടങ്ങിയവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. നെല്ലായി സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആദരം കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജിയോ കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയ TS ചാലു, ഇൻഡോ നേപ്പാൾ ഇന്റർനാഷണൽ യോഗ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ നിവേദ് കൃഷ്ണയെയും ചടങ്ങിൽ MLA അനുമോദിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് പഠനോപകരണ വിതരണം നിർവഹിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് NV പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KV സുനിൽ, പഞ്ചായത്ത് അംഗം ശൈലജ, ട്രസ്റ്റ് സെക്രട്ടറി K സുധാകരൻ, KK രാജൻ എന്നിവർ സംസാരിച്ചു. വെങ്കിടങ്ങ് സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗം പാലിയേറ്റീവ് ജില്ലാ സെക്രട്ടറി ജിൽസൺ ഉദ്ഘാടനം ചെയ്തു. സാന്ത്വനം ചെയർമാൻ EK ഹംസ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തെ മികച്ച വില്ലേജ് ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ട വെങ്കിടങ്ങ് വില്ലേജ് ഓഫീസർ E ശോഭയെ മെമന്റോ നൽകി രക്ഷാധികാരി ജോൺസൺ എലുവത്തിങ്കൽ ആദരിച്ചു. സജീവ് കഴുങ്കിൽ, RM അഷ്റഫ്, TT വർഗീസ്, MC ലാസർ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതപ്പുഴയ്ക്ക് സമീപം അവശനിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ആശുപത്രിയിലെത്തിച്ച വയോധികൻ ചികിത്സയിലിരിക്കെ മരിച്ചു. പള്ളം കൊറ്റമ്പത്തൂർ ഏഴിക്കര ഇല്ലം 68 വയസ്സുള്ള ഷൺമുഖനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് കൊച്ചിൻ പാലത്തിന് സമീപം ഇയാളെ അവശനിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇനി വാണിജ്യം. മധ്യ കേരളത്തിലെ ഏറ്റവും പ്രമുഖ നേത്ര സംരക്ഷണ ശൃംഖലയായ ഫാത്തിമ ഐ കെയർ ഗ്രൂപ്പിന്റെ 6ാമത് കണ്ണാശുപത്രി തൃശൂർ പൂങ്കുന്നത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഗുരുവായൂർ റോഡിൽ പൂങ്കുന്നം സെന്റ് ജോസഫ് ചർച്ചിന് എതിർവശത്തായി ആരംഭിച്ച ഫാത്തിമ കണ്ണാശുപത്രി തൃശൂർ സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ് ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ഡെപ്യൂട്ടി കളക്ടർ VE അബ്ബാസ്, ഡിവിഷൻ കൗൺസിലർ AK സുരേഷ്, ഫാത്തിമ ഐ കെയർ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ VE താജുദ്ദീൻ, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഫിറോസ് ഖാൻ, ഡോക്ടർ ഡിംപിൾ റോസ് ജേക്കബ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ലയനായസ് കുറുപ്പ് എന്നിവർ സന്നിഹിതരായി. 30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഫാത്തിമ ഐ കെയറിൽ വിദേശ നിർമ്മിത ഉപകരണങ്ങളോടെയുള്ള അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്ററും അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനത്തിൽ നിലവാരമുള്ള ചികിത്സ ഏറ്റവും കുറഞ്ഞ നിരക്കിലും ലഭ്യമാക്കുന്നു. ഡയബറ്റിക് റെറ്റിനോപ്പതിക്കും കുട്ടികൾക്കുമായി പ്രത്യേക വിഭാഗവും സജ്ജമാണ്. വെറും 10 മിനിറ്റിൽ വേദനയില്ലാതെയുള്ള ഹൈടെക് തിമിര ശസ്ത്രക്രിയയും കോങ്കണ്ണ് ചികിത്സയും ക്ലിനിക്കിൽ നൽകുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് 1 വർഷ കാലാവധിയുള്ള പ്രിവിലേജ് കാർഡ് സൗജന്യമായി നൽകി. ചികിത്സയ്ക്കെത്തുന്നവരിൽ അർഹരായവർക്ക് തിമിര ശസ്ത്രക്രിയ സൗജന്യമായി ചെയ്തു നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. തൃശൂരിന് പുറമെ തൊടുപുഴ, പാല, പെരുമ്പാവൂർ, ആലുവ, കൊച്ചി എന്നിവിടങ്ങളിലും ഫാത്തിമ കണ്ണാശുപത്രി പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 0487242268, 8590922678. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6610 രൂപ, പവന് 52,880 രൂപ, വെള്ളി ഗ്രാമിന് 95 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3551 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണു. കടപ്പുറം അഞ്ചങ്ങാടിയിൽ കടലാക്രമണം രൂക്ഷം. ശക്തമായ തിരമാലയിൽ കോൺക്രീറ്റ് കെട്ടിടം തകർന്നു വീണു. മാളയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് അമ്മയെ മകൻ കുത്തിക്കൊലപ്പെടുത്തി. വടമ സ്വദേശിനി ശൈലജയാണ് കൊല്ലപ്പെട്ടത്. മകൻ ഹാദിൽ പോലീസ് കസ്റ്റഡിയിൽ.
കുണ്ടും കുഴിയും രൂപപ്പെട്ട തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ യാത്രാ ദുരിതം ഇരട്ടിയായി. റോഡിലെ കുഴികൾ നാളെ മുതൽ അടിയന്തരമായി അടച്ചു തുടങ്ങും. അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്ന പേരിൽ ചന്ദ്രാപ്പിനി വിഇഒ ഓഫീസ് തുറന്നു പ്രവർത്തിക്കുന്നില്ല. വിഇഒയെ കാണണമെങ്കിൽ എടത്തുരുത്തി പഞ്ചായത്തിൽ പോകേണ്ട ഗതികേടിൽ നാട്ടുകാർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.